എന്ത് പാടോ? അതെ, ഉപ്പുമുളകൊക്കെ പാകത്തിനേ പാടുള്ളൂ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അതെനിക്ക് കോപ്പറിയാം. വക്കീലേ, ഇത് പഴിക്കാനും പറ്റില്ല, ഉടുക്കാനും പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ. എന്താ മുണ്ടോ? അല്ല, എന്റെ പന്തൽ. എന്താ ഇതൊന്ന് പൊളിക്കാൻ പറ്റുക? താൻ തിടുക്കം കൂട്ടാടോ. തനിക്ക് പൊളിച്ചാ പോരെ? പൊളിക്കാം. ആർച്ചക്കുഞ്ഞൊരു ചെറുക്കനെ ഈ കലിയുഗം അവസാനിക്കും മുമ്പ് കിട്ടുമോ എന്റെ ഈശ്വര? ചെറുക്കനല്ലടോ പാപ്പാൻ. ഞാനോ അനാവശ്യം പറഞ്ഞല്ലോ. അടങ്ങാനായി അവിടെ ഇത് പിടിച്ചാൻ താൻ ആരാ ഇവിടുത്തെ? ഞാൻ ആരാന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ പോയി ഇവിടുത്തെ രാജേന്ദ്ര മണ്ണാടിയോട് പോയി ചോദിക്കുക. ഞാനും സേതൊക്കെ ഇവിടുത്തെ ബന്ധുക്കാരാ. ബന്ധു വീട്ടിലൊരു കെട്ട് നടക്കുമ്പോ ഊണ് കഴിക്കാൻ സമ്മതിച്ചില്ല എന്ന് പറഞ്ഞാൽ ഊച്ചാളിയോട് ഊളത്തരം കാണിച്ചാ ഊര് കാണത്തില്ല. ഊരിലെ അറിയാത്ത ഊള നീയാ. എന്നാ കേട്ടോ, ആർച്ചമോളെ കെട്ടാൻ നല്ല 10 മാറ്റുള്ള ചെറുക്കം വരാൻ പോണു. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല എന്റെ സേതുരാമ. ഇതിനല്ല കൂത്ത്. ചേച്ചി പറയണ കേട്ടാ തോന്നും ഞാൻ മറക്കൂന്ന്. അപ്പൊ പിന്നെ ഞാൻ മറക്കൂന്നാണോ? എന്നാ ഞാൻ ആരും മറക്കില്ല. പോരെ, ഇനി അതിനു വേണ്ടി 3 പേരോട് ഒരു കൊത്തുകൂടണ്ട. നമ്മുടെ എല്ലാം ലക്ഷ്യം ഒന്നാ, ആർച്ചയെ ഒതുക്കുക. എന്താ ഒതുക്കാൻ പുതിയൊരാള് വരുന്നടാ. അപ്പൊ നമ്മൾ ഒതുക്കാരുടെ ബലം കൂടിയല്ലേ? ആരൊതുക്കേണ്ട കാര്യം പറഞ്ഞേ? ആർച്ചെ. അയ്യേ, ആർച്ചയല്ല, നിന്നെ. ആർച്ചയെ പെണ്ണ് കാണാൻ പുതിയൊരു ചെറുക്കം വരുന്നു. ആരാ? മന്നാടിപുരത്തെ തമ്പുരാൻ. അപ്പൊ നമ്മളാരാ? ഈ വേഷം കണ്ടിട്ട് ഞാൻ ആരാണെന്ന് മനസ്സിലായില്ലെങ്കിലേ മനസ്സിലാക്കി തരാം. വേണ്ട വേണ്ട വേണ്ട. ചാകാൻ പോകുന്നവരോട് നമ്മൾ കുറച്ച് മര്യാദ കാണിക്കും. ചാകാൻ പോവുക? ഞങ്ങൾ ആർച്ച പെണ്ണ് കാണാൻ പോവാ. രണ്ടും ഒന്ന് തന്നെ. മന്നാടിയാർ പെണ്ണിനെ പെണ്ണ് കാണാൻ ചെന്നവരൊന്നും ശവമാകാതിരുന്നിട്ടില്ല. എന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ കിടന്ന് ചത്താ ഞാനാ സമാധാനം പറയേണ്ടത്. പോകുന്നതിന് മുമ്പ് അടയാളം കാട്ട്. മനസ്സിലായില്ലേ? ശരീരത്തിൽ വല്ല കാക്കപ്പുള്ളിയോ മറുകോ ഉണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ. എന്തിനാ? എന്തിനാണെന്നാ? 3-ാം നാൾ മന്നാടി പുഴയിൽ ചത്തുനാറി പൊന്തുമ്പോ ഞാനെങ്ങനെ തിരിച്ചറിയും? കാണിക്കണ കാക്കപ്പുള്ളി. വേണ്ട വേണ്ട വേണ്ട. കാളെ പെട്ടെന്ന് കേട്ടപ്പം പാല് കറക്കാൻ വേണ്ടി കയ്യിൽ എണ്ണയും തേച്ചങ്ങ് ഇറങ്ങിയല്ലേ. മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിച്ചിട്ട് പോരെ പെണ്ണ് ചോദിക്കാൻ അങ്ങോട്ട് കയറി ചെല്ലുന്നു. എന്താ ആചാരങ്ങൾ? മന്നാടിയന്മാരുടെ ആചാരങ്ങൾ പഠിക്കാൻ ഒരു പകലൊന്നും പോരാ. എന്നാ നമുക്കൊരു മുറി എടുത്ത് പഠിപ്പിക്കാം. എന്താ നിങ്ങളുടെയൊക്കെ പേര്? ഞങ്ങൾ തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ചെളിപ്പറമ്പ് തമ്പ്രാക്കൾ. ചെളിപ്പറമ്പല്ല, തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾ ആരാ? തളിപ്പറമ്പ് തമ്പ്രാക്കൾ. ഓലത്തിരിയുടെ പടവാൾ സൂക്ഷിപ്പുകാരാ അവര്. എന്തുകൊണ്ടും നമ്മൾ മന്നാടിയന്മാരെക്കാൾ അവസ്ഥയും പദവിയും ഉള്ളവരാ അവര്. വെറുതെ കയറി അങ്ങ് പെണ്ണ് കാണാൻ ക്ഷണിച്ചാ പോരാ. അവരുടെ ആചാരങ്ങൾക്കനുസരിച്ച് ആദരിക്കണം. വന്നാലോട് അവർ പാലെടുത്ത് മേശപ്പുറത്ത് വെക്കും. മൂത്ത ചേട്ടൻ ആ പാലെടുത്ത് കുടിക്കണം. എന്തൊരാചാരം! ഇനി അവര് മുണ്ട് നോക്കി കാണിക്കണമെന്ന് പറയൂ. വേണം വേണം വേണം. ചെക്കനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടാൽ പെണ്ണിന്റെ മൂത്ത ജ്യേഷ്ഠൻ മുണ്ട് നോക്കി കാണിക്കണം. അത് വേണം. ആർച്ചമോടെ കല്യാണം നടക്കണോ? പൊക്കണം. ഒരു സംശയമുണ്ട്, ഏതുവരെ പൊക്കണം? തളിപ്പറമ്പ് വരെ പൊക്കണം. നിർത്തണോ? നീ പറ. പിന്നെ പെണ്ണിന് ഒന്നിൽ കൂടുതൽ സഹോദരന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തെ ചേട്ടൻ പാലെടുത്ത് പട വെട്ടണം. അത് ബുദ്ധിമുട്ടാവും. നമ്മുടെ ആർച്ചയ്ക്ക് വേണ്ടിയല്ലേ വെട്ടണം. വെട്ടും. നീ പറ. അപ്പ ചെക്കൻ ഇറങ്ങി ഓടും. വിടരുത്. പിന്നാലെ ഓടി അവനെ പിടിച്ചു കെട്ടി കീഴടക്കണം. അതെന്തിനാ അടക്കുന്നത്? കീഴടക്കണം. പെണ്ണിന്റെ വീട്ടുകാർക്ക് ചെക്കൻ എന്നും കീഴടങ്ങി നിൽക്കും എന്നതിന്റെ ആദ്യത്തെ ആചാരമാണ്. നമ്മൾ മന്നാടിപുരം മന്നാടിയന്മാർക്ക് എന്തുകൊണ്ടും ചേരുന്ന ബന്ധമാണ് തളിപ്പറമ്പ് തമ്പ്രാക്കൾ. തളിപ്പറമ്പ് തമ്പ്രാക്കൾക്ക് നമ്മുടെ പടിപ്പര തുറന്നു കൊടുക്കടാ. അവിടെ കഴുത അവിടെ. അപ്പൊ ആചാരങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ. ചെന്ന ഉടനെ ഒരു കള്ളുപ്പി എടുത്ത് മേശപ്പുറത്ത് വെക്കുക. ചെക്കൻ പെണ്ണി ചോദിച്ചു ചെല്ലുമ്പോ മന്നാടിയാന്മാർക്ക് നേദിക്കാനുള്ള കള്ള. അതാണ് ആചാരം. അയ്യോ, നമുക്ക് ഈ ആചാരങ്ങളൊക്കെ വേണോ അമ്മാവ? വന്ന സ്ഥിതിക്ക് പെണ്ണ് കാണലേ നടക്കട്ടെ അല്ലേ? അതെ 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 അതെ. ഇനി അതിനുശേഷം പെണ്ണിന്റെ ആംഗളമാർ ആരെങ്കിലും മുണ്ടുപോക്കി കാണിച്ചാൽ പിന്നെ അവിടെ നിൽക്കരുത്. ജീവൻ വേണമെങ്കിൽ ഓടി രക്ഷപ്പെട്ടോണം. മുണ്ടുപൊക്കി കാണിക്കില്ല. അത് എവിടുത്തെ ആചാര? അത് ആചാരല്ല, അപായമാണ്. ചെറുക്കന് ഇഷ്ടമല്ലെന്ന് പറയുന്നതിന് പകരം മുണ്ടുപോക്കി കാണിക്കും. അപ്പ സ്ഥലം വിട്ടോളാം. ഓടിയില്ലെങ്കിൽ അതിനർത്ഥം നിങ്ങൾ അവളെ ബലമായി തട്ടിക്കൊണ്ടു പോകുമെന്നാണ്. പിന്നെ യുദ്ധമാണ് തമ്പ്രാക്കളെ, യുദ്ധം. അല്ല, ഇതൊക്കെ എവിടുത്തെ ആചാരങ്ങളാ? പറഞ്ഞാലും കേട്ടാലും വല്ലവരും വിശ്വസിക്കോ? തങ്കപ്പെട്ട ഒരു പെണ്ണിനെയും എണ്ണിയാൽ ഒടുങ്ങാത്ത സ്വത്തും വേണോ? അത് വേണം. എന്നാൽ ഈ ആചാരങ്ങളൊക്കെ പാലിച്ചേ പറ്റൂ. നമസ്കാരം. വരിക, ഇരിക്കുക, ഇരിക്കുക. നമസ്കാരം നമസ്കാരം. എടുക്ക. അണ്ണ, അവര് ചടങ്ങ് തുടങ്ങി. ചെല്ലു കുടിക്കും. കുടിക്കണോ? അതിനെന്താ, പാലല്ലേ? ഈശ്വര, അതെടുത്തോളൂ. അഗ്നിദേവ, ഈ പാലിനെന്താ ഇത്ര പുളിപ്പ്? തളിപ്പറമ്പിൽ ഇന്നലെ പുറപ്പെട്ടതല്ലേ, അതാ പുളിപ്പ്. അച്ഛാ, ഭയങ്കര കള്ളുടിയന്മാരാ. നോക്കി, പാല് കുടിക്കുന്ന പോലെയല്ലേ കള്ളു കുടിക്കുന്നത്. ആചാരങ്ങൾ പാലിക്കാനുള്ളതാ.
നിഷേധിക്കാനുള്ളതല്ല. എന്തൊക്കെയായാലും ആചാരങ്ങൾ മുടക്കരുത്. ചെറുക്കനെ പിടിച്ചോ? പിടിച്ചു. എന്നാ പിന്നെ ആചാരം വിടണ്ട. എന്ത് മുണ്ട് മുണ്ട് മുണ്ടാ? മുണ്ട് പൊക്കണം. ഞാൻ പൊക്കണ? നീ പൊക്ക്. മൂത്താള് ചേട്ടനല്ലേ, പൊക്കിക്കോ. ഇവിടുത്തെ ഉപ്പും ചോറും തിന്ന് വളർന്നവനാണ് ഈശ്വരൻ. ആർച്ചക്കുഞ്ഞിന്റെ വിവാഹമാണ് മുഖ്യം. ഈ ചടങ്ങ് നിർവഹിക്കാൻ മൂന്നാർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ചെയ്യണ്ട, ഞാൻ ചെയ്യാം. യുദ്ധം തുടങ്ങ്. ലീലാമണി കൊണ്ടുവാ. അച്ഛാ, അമ്മാവാ, എല്ലാവരും ഓടിക്കോ. തളിപ്പറമ്പ് തമ്പുരാന് കുടിക്കാൻ തുമ്പോലോർച്ച ഉണ്ടാക്കിയ കാപ്പിയല്ലേ, നല്ല സ്വാദായിരിക്കും. എടീ, നീ ഇവിടെ നിന്ന് മൂത്ത് നരയ്ക്കും. ഈ ചെങ്കോട്ട സേതു ജീവിച്ചിരിക്കുമ്പോ മന്നാടിയാർ പെണ്ണിനെ വേറൊരുത്തന് കൊടുക്കില്ല ഞാൻ. നീ നോക്കിക്കോ. കണ്ണടച്ച് പാല് കുടിച്ച ആരും കാണില്ലെന്നാ ആർച്ചയുടെ വിചാരം. ഈശ്വരാ, ഞാൻ കരുതി എന്നെ. അതെ, ചേച്ചി കരുതും പോലെ ഇനി എനിക്ക് വയ്യ ഇങ്ങനെ കിടന്നോടാൻ. തളർന്നു. ശരിയാ, ഓടിയൊരു ഓടിച്ചവരും ഒരുപോലെ തളർന്നു. ആ, ഇവിടെ കയറിക്കൂടാൻ തക്കം പാർത്തിരുന്ന ചേച്ചിയെ തട്ടി അകത്താക്കിയത് ഞാനാന്നേ. ആ, അതും ശരിയാ. ഇപ്പോ ചേച്ചിക്ക് എന്നോട് പ്രത്യോപകാരം ചെയ്യാനുള്ള സമയമായി. ചേച്ചി എങ്ങനെയെങ്കിലും ഗജേന്ദ്ര മന്നാടിയാരോട് പറഞ്ഞ് ഞാനും ആർച്ചയും തമ്മിലുള്ള കല്യാണം നടത്തി തരണം. ചേച്ചി പറഞ്ഞാൽ മന്നാടിയാർ കേൾക്കും. അതിന് നീ എന്തിനാ ഛർദിക്കുന്നേ? ഛർദിച്ചെന്നു? ആര് ഛർദിച്ചു? തിലോത്തമേ, എന്നാലും എന്റെ നരേന്ദ്ര, ഒരു നാത്തം പഴച്ചേ. അല്ല, എന്റെ കാര്യം. ആദ്യം ഗർഭം, പിന്നെ കല്യാണം. ഓ, എടയില്. അല്ല, എന്റെ കാര്യം. അയ്യേ, കുളി തെറ്റിച്ചു. ആർച്ചേ, എന്താ കുളി തെറ്റിച്ചു. ആര്? തിലോത്തമ്മ കുളി തെറ്റിച്ചെന്ന്. നിന്റെ അടുത്ത തോൽവി സമയമായി. ഇങ്ങനെ ഇഞ്ചിഞ്ചായി തോറ്റു തൊപ്പിയിട്ട് നീ ഇല്ലാതാകുന്ന സമയം അടുത്തു കഴിഞ്ഞു. പെണ്ണിന്റെ രുചി അത് ഭാര്യമാർക്കേ കൊടുക്കാൻ പറ്റൂ. അത് കൊടുത്തു കഴിയുമ്പോൾ മന്നാടിയാന്മാരെ ഭാര്യമാർ തങ്ങളുടെ പാവാടച്ചരലിൽ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടും. നിന്നെ ഞാൻ ഉരുള എണ്ണി കണക്ക് പറയിപ്പിക്കൂടി. പെങ്ങളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആങ്ങളമാർ ഇനി സ്നേഹിക്കാൻ പോകുന്ന അവരുടെ പുന്നാര മക്കളെ ആയിരിക്കും. അന്ന് നീ ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് ഈ മന്നാടിപുരം ഗ്രാമത്തിലെ കുളങ്ങൾ നിറയുമടി. നീ നോയിക്കോ. പോയോ? നേരം പോയി. നീ ഇന്നെന്റെ കുളി തെറ്റിക്കും. കുളിച്ചിട്ട് നന്നാവണമെങ്കിൽ കുളത്തിലെ തവളക്ക് എന്നെ നന്നാവുമായിരുന്നു. ഈ തിലോത്തമ്മ അവിടെ ഛർദ്ദിക്കുന്നു. അത് വെരയുടെ കുത്തലായിരിക്കും. വേരെയും കുറെ ഒന്നുമല്ല, അവക്ക് കെറുപ്പാ. അപ്പോ ഫസ്റ്റ് പ്രൈസ് അവൾ അടിച്ചുല്ലേ, നമുക്ക് സെക്കൻഡ് പ്രൈസ് കിട്ടിയാ മതി. ആ, നീ ആഭരണ പെട്ടിയൊക്കെ എടുത്ത്. അവക്ക് കൊണ്ട് കൊടുക്കാനോ? അയ്യേ, അവൾക്ക് കൊടുക്കാനോ? ഇതെന്റെ പെങ്ങൾക്ക് കൊടുക്കാനാ. ഇനി ആർച്ചയുടെ കല്യാണം മണിക്കൂർ വെച്ച് നടത്തണം. പെങ്ങൾക്ക് ചെറുക്കനെ അന്വേഷിച്ച് ആങ്ങളമാർ ഇനി കഷ്ടപ്പെടുകയും വേണ്ട. വേണ്ട. നീ ആരെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടോ? ആർച്ചയ്ക്ക് ചേരുന്ന ഒരു ചെക്കൻ ഇവിടെ ഉണ്ട്. പക്ഷെ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലെന്നും പറഞ്ഞ് നുള്ളിക്കളയുവോന്നാ എന്റെ പേടി. പേടിക്കണ്ട. നല്ല പഠിപ്പ്, ഉദ്യോഗം, സൗന്ദര്യം. ആർച്ചയാണെങ്കിൽ ജീവന്റെ ജീവനായാക്ക്. പറഞ്ഞാലറിയും ആള്. എന്റെ അനിയൻ ആരോമൽ. ചേച്ചി, ഈ പന്തലി വേണ്ട മോനെ നിന്റെ താലികെട്ട്. അങ്ങനെ ഇപ്പൊ കണ്ടമാർ കേട്ടുണ്ടായി വീടും പറമ്പും. പുഷ്പലി ചേച്ചി, ഒരു നിമിഷം മുമ്പെങ്കിലും അവളെ സ്വന്തമാക്കാൻ നടക്കുന്ന എന്നോട് വേണോ ഈ ചതി? ആ വായി നോക്കി വക്കീല ഉണപ്പിച്ച് നടക്കുന്നു. പശുവും ചത്ത് മോരിലെ പുളിയും പോയി. വിരുന്ന് വന്നവർക്കൊക്കെ പടിയിറങ്ങാറായില്ലേ? പോടച്ചേട്ടാ അവിടുന്ന് കെട്ടാൻ നടക്കുന്നു. ചേച്ചി, ചേച്ചി, മറ്റേ പുഷ്പലി ചേച്ചി പറഞ്ഞ ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നുമില്ല, നോക്കണ്ട. പോയി നോക്കിക്കൊണ്ട് നിൽക്കാൻ. ഓ
ഞാൻ ഇത്രയ്ക്ക് തരം താഴ്ന്നു പോയല്ലോടോ. സ്വന്തം പെങ്ങടെ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കുന്നു വൃത്തികെട്ടവനെ. ഇവന്റെ മർമ്മടിച്ച് മൂളിക്കട്ട വെക്കില്ലേ? ഒന്നും കളയും പന്നികളെ. ഇവിടെ മനുഷ്യൻ മർമ്മം പോഞ്ഞ് നിൽക്കുമ്പോഴാണ് അവന്റെയൊക്കെ സദാചാരം പ്രസംഗിച്ച്. കൊലച്ചടാ. കൊളിച്ചോ? ഏതു വാഴ? കൊലച്ചതല്ല, ആ പുഷ്പവല്ലി നമ്മളെ തൊലച്ചു. അവരിപ്പോ ആർച്ച അവരെ അനിയനെ കൊണ്ട് കെട്ടിക്കാൻ പോവുക. എടാ പിടിച്ചപ്പ കഴുത്ത് ഞെരിക്കാത്തോണ്ടല്ലേ ഇളകിയപ്പ തിരിഞ്ഞു കടിച്ചത്. എനിക്ക് അന്നേ അറിയാം ആ തള്ള എന്തെങ്കിലും വിഷം ചീറ്റോന്ന്. ഇനിയിപ്പോ എന്ത് ചെയ്യും? അവര് ചീറ്റട്ട മാധവ. പാമ്പിന് പാമ്പ് തന്നെ വിഷം. നീ കണ്ടോ? മോളെ ഒന്ന് നിന്നേ. ഈ നാത്തും മോക്കര ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്ത് 10 മാറ്റാ പൊന്നു മോളെ അവന്റെ മനസ്സ്. ശരീരവും 11 മാറ്റും. ആ മനസ്സ് ഈ നാത്തു മാത്രമേ ഉള്ളൂ. നിക്കൂ, ആരാൻ ചോദിക്കൂ. ആരാ? എന്റെ പൊന്നാങ്ങള ആരോമൽ. കണ്ണാ ആരോമലേ. എന്തോ ഇതാ നിനക്കായി ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന കണ്ടോ, പ്രേമത്തിന്റെ പര്യായമായ നേന്ത്രക്കൊലപ്പഴം. കല്ലട കഴുതേ. അവള് പോയടാ കുരങ്ങ. പോയോ? ആർച്ചേ. അതെ, ആരോമലിന്റെ മനസ്സിൽ മാത്രല്ല ഏട്ടത്തി, എന്റെ അനിയന്റെ മനസ്സിലും കുഞ്ഞുനാള് മുതലേ കുടിയിരിക്കുന്നത് ഈ ആർച്ചക്കുട്ടിയാ. ശിവ ശിവ. ആ, എല്ലാരും കേൾക്കാൻ വേണ്ടി തന്നെയാ പറയണത്. ആർച്ച കോമലിനുള്ളതാ. കോമലിന്. കോമളാ എത്തിപ്പോയി. വാടാ, നിൽക്കുന്നു നിന്റെ ആർച്ചക്കുട്ടി. നിനക്ക് വേണ്ടി എന്തെല്ലാം നേർച്ച നേർന്നുവെന്നറിയാമോ? ഐ ലവ് യു. അയ്യടാ, പ്രേമിക്കാൻ പറ്റിയൊരു മൂന്തം. ഇതെന്താ ഇങ്ങനെ? നിക്ക്, ഞാൻ ശരിയാക്കാം. ആർച്ചക്കുട്ടി, ആർച്ചേ, നിക്കൂ, ഞാൻ ഏട്ടത്തി അനിയത്തി കൂടി തല്ലുകൂടണ്ട. ചേരേണ്ടത് ചേരുംപടി ചേരണം. ആർച്ചയ്ക്ക് ചേർന്നതേ എന്റെ അനിയനാ, നടേശ. ആർച്ച എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? ഓ, ഇഷ്ടപ്പെട്ടു. സുന്ദര എനിക്ക് അനിയനില്ല, ഉള്ളത് ചേട്ടനാ. പന്തലി സ്വയംവരം നടക്കുമ്പോ പണ്ട് കോളേജിൽ നടന്ന സമൂഹ വിവാഹം മറക്കണ്ട. കല്യാണം കഴിക്കാൻ വന്ന മരപ്പട്ടികളെ കണ്ടോ? ഇതായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചോ അതോ പാഞ്ചാലിയിലാവോ താല്പര്യം? കെട്ടിപ്പോ നടക്കുവോ? എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. എന്റെ കഞ്ഞുകൂടി മുട്ടിക്കല്ലേ വക്കീലേ? എനിക്ക് മുട്ടാൻ പോകുന്നതല്ലേ ഉള്ളൂ. എന്റെ മുട്ടി കിടക്കുവാണോ? താൻ പുറകെ വരുന്ന വീരേന്ദ്ര കുണ്ടിനോട് ചോദിക്കും. പന്തല്. അതെ, ഒന്നുകിൽ പെങ്ങള് കെട്ട്, അല്ലെ പെങ്ങളെ കെട്ടിക്ക്. എനിക്ക് എന്റെ പന്തല് പൊളിക്കണം. നിന്റെ മുളപ്പന്തലിന് വേണ്ടി കണ്ട മരക്കൊണ്ട് എന്റെ മകളെ കെട്ടിക്കണോ? അയ്യടാ, പന്തല് പൊളിഞ്ഞില്ല, എന്താ മോന്ത പൊളിഞ്ഞു കിട്ടിയില്ലേ? അതെ, ആ മുല്ലപ്പന്തൽ അഴിച്ചു മാറ്റിയിട്ട് മരണപ്പന്തലിട്. അവളെ കെട്ടാൻ വന്ന ചെക്കന്മാരെ കണ്ട അവള് തൂങ്ങി ചാവും. എന്റെ നടേശ, 1 2 പവനല്ല ചേട്ടന്മാരാ രമ്പയ്ക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 1001 പവനാ. പിന്നെ 100 ഏക്കർ പുരയിടം, 200 ഏക്കർ പാടം, ഇതൊക്കെ അവൾക്കുള്ളതാ. താലി കെട്ടിക്കഴിഞ്ഞാ അത് മുഴുവൻ നിന്റേതായി. എന്റേതായി എന്ന് പറയാതെ എന്റേതാക്ക്. ഈ നാറിയ വായ വെച്ച അവളെ മയക്കാൻ ചെന്നാലേ മയങ്ങത്തില്ല, അവള് ചത്തുപോകും. നീ ചെന്ന് അവളിന്ന് മയക്കെടുക്കടാ. മയക്കാൻ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? പാട്ട് പാടണോ? അതേടാ, പാട്ട് പാടണമെന്ന് പാട്ട് പാടണം. നേർച്ച കുങ്കു